നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. ഇവിടുത്തെ പെൻഷൻകാരൊക്കെ ചത്തു മലച്ചു പോയാൽ കേരളം നന്നാകും. കേരളം മാറി മാറിയാണ് ഇത്രയും കാലം ഭരിച്ചിട്ടുള്ളത് മുന്നണികൾ. അപ്പോ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് തൊട്ടുതലേ 5 വർഷവുമായി മാത്രം താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അതിനു മുമ്പുള്ള വി എസ് അച്യുതാനന്ദൻ കാലത്തെ എങ്ങനെ ഈ ഗണത്തിൽ പെടുമോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിച്ചൊരു സംവിധാനമാണിത്. കഴിഞ്ഞ 9 വർഷമായി ഇവിടെ ഒരു സർക്കാർ സ്ഥിരതയോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് തൊട്ട് തലേ സർക്കാർ എന്നുള്ള ഒരൊറ്റ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റും? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ തുടർച്ച, കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ തുടർച്ച, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഴുവൻ ലോക്കപ്പ് പ്രവർത്തനങ്ങളും പിണറായി സർക്കാരിന്റെ ഭൂതാവേശം ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നം. ഈ നിലയ്ക്കാണെങ്കിൽ ഈ മൂന്നാമത്തെ തവണയും നിങ്ങളെ അധികാരത്തിൽ ഒരു ജനത ഏറ്റുകയാണെങ്കിൽ അത് കഴിഞ്ഞാലും പറയുമോ 15 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയല്ലേ ഭരിച്ചതെന്ന്? സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അതിലൊരു സ്ത്രീ അതിനടിയിൽപ്പെട്ട് മരിക്കുമ്പോൾ അതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളത് ഉമ്മൻചാണ്ടിയോട് ചോദിക്കുക എന്നാണോ പറയുന്നത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിബി ഉണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്രം മിഷൻ ഉണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേശീയപാത കൊടുക്കാൻ 6,150 കോടി ഉണ്ടോ? അവിടെ രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജിന് കെട്ടിടം സ്ത്രീ മരിക്കുമ്പോൾ ആളുകൾ തുലനം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ എന്ന് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിനാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എനിക്കൊന്നും പറയാനില്ല. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറക്കണമെന്നാണ് മിസ്റ്റർ അനിൽകുമാറിനെയൊക്കെ ഒരു ചർച്ചയിലേക്ക് ഇരുത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം മുഴുവൻ നിങ്ങൾ CPM-ന്റെയും ഇടതുമുന്നണിയുടെയും പ്രകടന പത്രിക വായിച്ചിട്ട് ബാക്കിയുള്ളവരുടെ സമയത്ത് സംസാരിക്കുന്നു. അനിൽകുമാർ മാത്രം സംസാരിച്ചാൽ മതി. ഇയാൾ എന്തൊരു തരത്തിലുള്ള അവിടെ പരിശോധന അതിലുള്ള ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മന്ത്രിയാണ്. ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മന്ത്രിയാണ്. കുടുങ്ങിയിട്ടുണ്ടെന്ന് പിന്നീട് ബോധ്യപ്പെടുത്തേണ്ടി വന്നു തെരച്ചിലിന്. പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. ആൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയോന്ന് പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. കള്ളമല്ലേ പറഞ്ഞത്? അല്ല, അത് സംബന്ധിച്ചുള്ള വിവരം കേരളത്തിലെ മന്ത്രിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ വിവരം ഉണ്ടാക്കാനാണ് സംവിധാനം ഇവിടെ പ്രവർത്തിക്കേണ്ടത്. കുടുങ്ങിയിട്ടില്ല ശരി, അവനവന്റേതല്ലോ, നാട്ടുകാരുടേതല്ലേ, അതുകൊണ്ട് കുടുങ്ങിയിട്ടില്ല. അങ്ങ് പറയുന്നതും അങ്ങ് മറ്റുള്ളവർ കേൾക്കണമെന്ന് വിചാരിക്കുന്നത് മാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ചർച്ച. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, മറ്റുള്ളവർ കൂടി പറയാനുള്ളതാണ് ചർച്ച.